ക്യാറ്റ്ലെസ് സ്കിൽ ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. കോഴിക്കോട് അഭിജിത്തുണ്ട് പാളയത്ത്. അഭിജിത്ത്, നേന്ത്രക്കായ്ക്കൊക്കെ വില കൂടുതലാണെന്ന് പ്രേക്ഷകരൊക്കെ കമന്റ് ഇട്ടിരുന്നു. എന്താണ് നേന്ത്രപ്പഴത്തിന്റെയൊക്കെ അവസ്ഥ? വിപണി തിരക്കേറുകയാണോ പുരാണ ദിനത്തിൽ? അഭിജിത്ത്, പാളയത്തെ കാഴ്ച എന്താണ്? അരുൺ, നല്ല തിരക്കാണ്. ഉത്രാടപ്പാച്ചിലിന് മുന്നോടിയായി പൂരാടപ്പാച്ചിലാണ് എല്ലാവരും എന്ന് തന്നെ പറയാം. ഞാനുള്ളത് അരുൺ സൂചിപ്പിച്ചതുപോലെ പാളയത്തെ ഒരു കായൊക്കെ വിൽക്കുന്ന, നേന്ത്രക്കായൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ്. നല്ല തിരക്ക് ഇവിടെയും ഉണ്ട്. രാവിലത്തെ ആ ഒരു തിരക്കിലേക്ക് കട ഇങ്ങനെ വരികയാണ്. അതിനൊപ്പം തന്നെ വില കൂടി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏതാണ്ട് 40 രൂപയോളമാണ് ഈ നേന്ത്രക്കായുടെ ഒക്കെ വില കൂടിയത്. അത് നേന്ത്രക്കായുടെ വില കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അറിയാം, ഈ ഓണത്തിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചിപ്സ് എന്നുള്ളത്. ഈ ചിപ്സിനൊക്കെ വില കൂടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെളിച്ചെണ്ണയുടെ വിലയും കായയുടെ വിലയൊക്കെ ആശ്രയിച്ചാണ് ഈ ചിപ്സിന്റെ വിലയൊക്കെ ഉള്ളത്. നമുക്കിവിടെ ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇപ്പോൾ പഴത്തിൻ്റെയൊക്കെ നേന്ത്രക്കായുടെയൊക്കെ വില എങ്ങനെയാ ഇപ്പോൾ? നേന്ത്രക്ക കിലോ 67 രൂപ വരെ പോകുന്നുണ്ട്. ഞാലിപ്പൂവിന് 75-80 രൂപ വരെ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ കുറേ കാലമായിട്ട് 10 വർഷത്തോളമായിട്ട് കേരളത്തിൽ ഈ ഓണ ടൈമിലുള്ള കൃഷി പാടെ നശിച്ചു പോയ കാര്യമാണ്. ഓണത്തിൽ കൃഷിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മേട്ടുപ്പാളയത്തു നിന്നൊക്കെയാണ് വരുന്നതല്ലേ? മേട്ടുപ്പാളയം, കർണാടക. അതായത് തമിഴ്നാട്ടിലിപ്പോൾ മഴ കിട്ടാത്ത കാരണം കുറച്ച് വാഴകൾ കുറേ നശിച്ചത് കാരണം കൂടുതൽ അവിടെ ധാരാളം. പിന്നെ അതുപോലെ കർണാടക എന്ന സ്റ്റേറ്റിൽ ഈ കുണ്ടിൽപേട്ട ചാമനാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 10 വർഷമായിട്ട് കൃഷിയുണ്ട്. ലാർജസ്റ്റ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി ഇല്ലെങ്കിൽ ഇവിടെ നേന്ത്രക്കായ കിട്ടൽ തന്നെ പ്രയാസമായിരിക്കും. കാരണം 100 രൂപക്ക് പോലും കിട്ടാത്ത അവസ്ഥ വരാനുണ്ട്. കാരണം കർണാടകനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ. കർണാടകയിൽ കായ കൃഷി ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലും മഴ കിട്ടാത്ത പ്രശ്നം കൊണ്ട് കുറേ കൃഷി നശിച്ചു പോയതാണ്. തമിഴ്നാട് മാത്രമല്ല. പക്ഷെ കേരളത്തിൽ ഒരു 10 വർഷമായിട്ട് ഈ മണ്ണാർക്കാട് ആ ഏരിയയിലായിരുന്നു, മണ്ണാർക്കാട് മഞ്ചേരി ഏരിയയിലായിരുന്നു ഈ കൃഷികൾ ഉണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ നേന്ത്രക്കായ് സുലഭമായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. പക്ഷെ അവർക്ക് അന്നത്തെ കാലത്ത് ഈ റേറ്റ് കിട്ടാത്തതും പിന്നെ പണിക്കാരുടെ കൂലി, പിന്നെ പണിക്കാർ കിട്ടാത്ത പ്രയാസങ്ങൾ എല്ലാം കൂടി വന്നിട്ട് പിന്നെ പഴയ കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ വില കൂടുമ്പോഴേ ഈ തിരക്കിന് എന്തെങ്കിലും കുറവുണ്ടോ? ആളുകളൊക്കെ വാങ്ങുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇവിടെ ഇപ്പോൾ ഹോൾസെയിൽ കടയാണ്. വാങ്ങുന്നതിൽ കുറവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആളുകൾ വാങ്ങേണ്ട കാരണം ഈ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എന്തായാലും ഒരു വീട്ടിൽ സാധനങ്ങൾ വാങ്ങാതിരിക്കില്ല. അപ്പോൾ എല്ലാ സാധനത്തിനും, ഇൻ കേസ് പച്ചക്കറിക്കും എല്ലാത്തിനും വില കൂടുതലാണ്. ഇപ്പോൾ ചിപ്സിന് നമുക്ക് ഈ നേന്ത്രക്കായ ഉപയോഗിക്കണം, പിന്നെ പഴം ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഐറ്റങ്ങൾ ഓണത്തിന് ഒരുപാടുണ്ട്. ഓണത്തിന് മാത്രമല്ല, പൊതുവെ ഈ പഴങ്ങളെ കൊണ്ട് വിഭവങ്ങൾ ഒരുപാടായി. ഇപ്പോൾ ആദ്യം ഒരു ചിപ്സിനും പിന്നെ പഴംപൊരിക്കും മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഈ നേന്ത്രപ്പഴം കൊണ്ട് കേക്കുകൾ, കാര്യങ്ങൾ എല്ലാം ഒരുപാട് വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ ഒരുപാട് ഹോട്ടലുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പല രീതിയിലുള്ളതുണ്ട്. അപ്പം നമ്മളെ സർക്കാർ കേരളത്തിൽ ഇത് കൃഷി വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയാറ്. കാരണം ആളുകളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ പുതിയ തലമുറയെ ഈ കൃഷിയിലേക്ക് വരുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഞാൻ അരുൺ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒന്നും കൃഷി അങ്ങനെ നടക്കുന്നില്ല. ആകെയുള്ള 100%ത്തിൽ 20% മാത്രമാണ് കേരളത്തിൽ കൃഷി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ വിലയുണ്ട് നേന്ത്രക്കായ്ക്കൊക്കെ, പക്ഷെ തിരക്കിനൊട്ടും കുറവില്ല എന്നുള്ളതാണ് നേന്ത്രക്കായ്ക്കൊക്കെ കൂടിയിരിക്കുന്നത്. പഴുത്ത നേന്ത്രപ്പഴത്തിന് 67 രൂപ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഈ നേന്ത്രക്കായ ഇല്ലെങ്കിലുള്ള പ്രശ്നം, ഓണത്തിൻ്റെ സദ്യക്കിന് എന്തെല്ലാം ഉണ്ടെങ്കിലും ആ നേന്ത്രക്കായുടെ ചിപ്സ് അല്ലേ, അതേപോലെ ശർക്കര വരട്ടി, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓണസദ്യ പൂർണ്ണമാവില്ല.